വചനം 26 വാക്കർത്ഥം. വഇദ് ബവ്വഅന, നാം ഉറപ്പിച്ചു കൊടുത്ത സന്ദർഭം അഥവാ നിശ്ചയിച്ചു കൊടുത്ത സന്ദർഭം, സൗകര്യപ്പെടുത്തി കൊടുത്ത സന്ദർഭം. ലി ഇബ്രാഹീമ, ഇബ്രാഹീമിന്, മക്കാനൽ ബൈത്തി, ആ വീടിൻ്റെ സ്ഥാനം അഥവാ പുണ്യാലയത്തിൻ്റെ സ്ഥാനം. അല്ലാ തുശ്രിക്, നീ പങ്കുചേർക്കരുതെന്ന്, ബി, എന്നോട്, ഷൈഅൻ, ഒരു വസ്തുവേയും, വത്വഹിർ, നീ ശുദ്ധമാക്കുകയും ചെയ്യുക, ബൈത്തിയ, എൻ്റെ ആലയത്തെ അഥവാ വീട്ടിനെ, ലിത്വാഇഫീന, ത്വവാഫ് ചെയ്യുന്നവർക്ക് അഥവാ പ്രദക്ഷിണം ചെയ്യുന്നവർക്ക്, വൽഖായിമീന, നിൽക്കുന്നവർക്കും അഥവാ നിന്ന് ആരാധന നടത്തുന്നവർക്കും, വർറുക്കഇ, റുക്കൂ ചെയ്യുന്നവർക്കും അഥവാ കുമ്പിട്ട് ആരാധന ചെയ്യുന്നവർക്കും, അസ്സുജൂദ്, സുജൂദ് ചെയ്യുന്നവരായ അഥവാ സാഷ്ടാംഗം ചെയ്യുന്നവരായ. وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَّعِ السُّجُودِ. ഇബ്രാഹീമിന് നാം പുണ്യാലയത്തിൻ്റെ അഥവാ കഅബയുടെ സ്ഥാനം ഉറപ്പിച്ചു കൊടുത്ത സന്ദർഭം ഓർക്കുക. യാതൊരു വസ്തുവേയും എന്നോട് പങ്കു ചേർക്കരുത്. ത്വവാഫ് അഥവാ പ്രദക്ഷിണം ചെയ്യുന്നവർക്കും നിന്നുകൊണ്ട് ആരാധന നടത്തുന്നവർക്കും, റുക്കൂ സുജൂദിലായി സാഷ്ടാംഗം കുമ്പിട്ട് ആരാധന നടത്തുന്നവർക്കും വേണ്ടി എൻ്റെ ആലയത്തെ ശുദ്ധമാക്കുകയും ചെയ്യുക എന്ന് നാം പറഞ്ഞു. 26 വചനത്തിൻ്റെ വിശദീകരണം. കഅബയെ പ്രദക്ഷിണം ചെയ്തോ, നിന്നുകൊണ്ടും റുകൂഉം സുജൂദും ചെയ്തുകൊണ്ടും ആരാധന നമസ്കാരങ്ങൾ നടത്തിയോ അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി വരുന്ന ആളുകളുടെ ആവശ്യാർത്ഥം ബിംബങ്ങൾ മുതലായ മാലിന്യങ്ങളിൽ നിന്ന് കഅബയെ ശുദ്ധമാക്കുവാനും തൗഹീദിന് വിരുദ്ധമായ യാതൊന്നും ചെയ്യാതിരിക്കുവാനുമുള്ള നിർദ്ദേശമാണിത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നബിയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയും കൂടി കഅബ കെട്ടി ഉയർത്തിയതിനെക്കുറിച്ച് സൂറത്തുൽ ബഖറയിലും സൂറത്തു ഇബ്രാഹിമിൻ്റെ പ്രാരംഭത്തിലും പ്രസ്താവിച്ചിരിക്കുന്നുവല്ലോ.